പണമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ ആരുടെ വീട്ടിലേക്കും ശബരിമല അയ്യപ്പനെ വരെ കൊണ്ടുവന്ന് പൂജ നടത്തും. ഇതിന്റെ പിന്നിൽ വലിയ പണപ്പിരിവും ഉണ്ടാകില്ലേ? അങ്ങനെയാണ് സംശയിക്കുന്നത് രതീഷ്. കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയ ശേഷം ഈ സ്വർണ്ണപ്പാളികൾ ശബരിമല അയ്യപ്പ സ്വാമിയുടെ ദ്വാരപാലക ശില്പങ്ങളിൽ അണിയിക്കാനാണ് എന്ന് പറയുകയും അതിനുശേഷം ജയറാമിൻ്റെ വീട്ടിൽ ഒരു പൂജ സംഘടിപ്പിക്കുകയും അവിടേക്ക് ധനികരായ ആൾക്കാരെയൊക്കെ, അയ്യപ്പഭക്തരായിട്ടുള്ള ആൾക്കാരെയൊക്കെ, തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ളവരെയൊക്കെ, അതായത് പ്രത്യേകിച്ച് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു വിശദമായ പൂജ, ഒരു വിശാലമായ പൂജയും അതുമായി ബന്ധപ്പെട്ട സദ്യയും ഒക്കെ സംഘടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ പെട്ടെന്ന് ജയറാം പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, എനിക്ക് സ്വപ്നത്തിൽ അയ്യപ്പസ്വാമി ദർശനം തന്നു, ജയറാമിൻ്റെ വീട്ടിൽ ഇത് വെച്ച് പൂജിക്കണം, ജയറാം സ്വാമി തന്നെ പൂജിക്കണമെന്ന് അയ്യപ്പസ്വാമി നിർദ്ദേശിച്ചു. അപ്പോൾ ജയറാം പറയുന്നു, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടൊന്ന് കയറി പോകൂ, ഞാൻ ഓടിപ്പോയി. അപ്പോൾ ജയറാം പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ജയറാം തന്നെ ഓടിപ്പോയി വീരമണിയെയും തൊട്ടടുത്തുള്ള അയ്യപ്പഭക്തരെയൊക്കെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനിടയ്ക്ക് ഒരു മാരുതി ഓമ്നിയിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്ന് ജസ്റ്റ് വീട്ടിൽ വെച്ചൊന്ന് പൂജിച്ചു, അങ്ങ് കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണോ ആ ചിത്രങ്ങൾ പൂജാമുറിയിൽ നിന്ന് വരിക? ഇങ്ങനെ ഇത്രയും വലിയ അലങ്കാരങ്ങളോടെ, പുഷ്പാലങ്കാരങ്ങളോടെ ഗുരുവായൂരപ്പൻ്റെ രണ്ടു ഭാഗത്തായിട്ട് സ്വർണ്ണപ്പാളികൾ വെച്ചുകൊണ്ട്, മാത്രമല്ല വീട് നിറയെ കുരുത്തോലയും പുഷ്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വീരമണിക്കൊപ്പം ഗംഗയമരൻ, സംഗീതജ്ഞൻ ഗംഗയമരനും സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയും മന്ത്രയുടെയൊക്കെ ഉടമ പങ്കജ് ഭണ്ഡാരിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വിശാലമായ ചടങ്ങ് അവിടെ ഉണ്ടാകും. അപ്പോൾ അവിടെ വെച്ച് ഒരു പക്ഷേ ഈ അയ്യപ്പ ഭക്തരെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ച് അവിടേക്ക് വരുത്തി, ജയറാമിൻ്റെ വീട്ടിൽ വരുത്തി, ജയറാമിനെ ഉൾപ്പെടെ ഒരു പറഞ്ഞു പറ്റിച്ച ഒരു രീതി ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിരിക്കാം. ഒരു പക്ഷേ ജയറാം കുറ്റപ്പെടുത്തുന്നില്ല, അദ്ദേഹം വലിയ അയ്യപ്പ ഭക്തനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കേന്ദ്രീകരിച്ച് ഒരു പൂജ നടത്താൻ, ഒരു പ്രദർശനം നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരെയൊക്കെ ദുരുപയോഗം ചെയ്തു എന്നുള്ള സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. രതീഷ്, ഈ ബംഗളൂരുവിലെ പൂജയുമായി ബന്ധപ്പെട്ടപ്പോൾ ബംഗളൂരുവിൽ രണ്ടാമത് നമ്മൾ കണ്ടൊരു ചിത്രമുണ്ടല്ലോ, അത് നേരത്തെ ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്ന ആ ഭാഗമല്ലേ അവിടെ എത്തിച്ചത് എന്ന സംശയമല്ലേ കൂടുതൽ ബലപ്പെടുന്നത്? അത് പിന്നീട് എവിടേക്ക് പോയി എന്ന ചോദ്യമുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള പണപ്പിരിവ് ഈ പൂജയ്ക്ക് മാത്രമല്ല, ഇവ ഒരു പക്ഷേ പല ആളുകൾക്കായി വിതരണം ചെയ്തിട്ടുമുണ്ടാകില്ലേ പണത്തിന്? തീർച്ചയായിട്ടും ഈ സ്വർണ്ണപ്പാളികൾ ആണ് സംശയമായി ഉയരുന്നത്. ഇത് ശബരിമല സന്നിധാനത്ത് നിന്ന് 2019 എടുത്തുകൊണ്ടുപോയി എന്ന് വിശ്വസിക്കുന്ന ഒറിജിനൽ പാളികൾ, അതായത് വിജയ് മല്യ സ്വർണം പൂശിയ ആ സ്വർണ്ണപ്പാളികളാണോ എന്നുള്ളതാണ് സംശയം. കാരണം ഇത് ബാംഗ്ലൂരുവിലെ ഒരു വീട്ടിൽ നിന്നാണ് ഈ ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത്, ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെയുള്ള ചിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ 2013 ശ്രീശാന്ത് സന്നിധാനത്ത് തൊഴുമ്പോഴുള്ള ദൃശ്യം, 2000 തുടക്കത്തിലുള്ള ചിത്രങ്ങൾ, 98 അവസാനമുള്ള ചിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ആ ദ്വാരപാലക ശില്പങ്ങളിലെ കവചത്തിന് കുറച്ചുകൂടി മിഴിവുണ്ട്. നല്ല സ്വർണത്തിൻ്റെ ഒരു, നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു സ്വർണ്ണമാണ് എന്നുള്ള ഫീലുണ്ട്. അതേസമയം 2019 ശേഷം വെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ അത്രത്തോളം ഒരു മിഴിവ് കാണുന്നില്ല. അതിന് ഈ ഫോട്ടോ എടുത്തതിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചിരുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ജയറാമിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളിയും ഇതിപ്പോൾ ആ ചിത്രത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇതും കൂടെ നോക്കൂ, ഈ ബാംഗ്ലൂരിൽ വെച്ചിരുന്നത് ഇത് എന്തുമാത്രം കുറച്ചുകൂടി മിഴിവുള്ള ചിത്രമാണ്. മാത്രമല്ല ഈ ഗതഭാഗമൊക്കെ, ഗതയുടെ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഉണ്ട്. അതിനകത്തെ മൈന്യൂട്ടായിട്ടുള്ള വരകളുമൊക്കെ കൃത്യമായിട്ട് കാണുകയൊക്കെ ചെയ്യാം. അത് നല്ല ഒരു നിർമ്മാണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒറിജിനൽ ആണോ എന്ന് സംശയിക്കുന്നത്. മാത്രമല്ല ഇത് വിനീത് ജെയിൻ്റെ വീട്ടിലാണോ ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? വിനീത് ജെയിന് കൈമാറി എന്ന അവകാശവാദം അദ്ദേഹം ഒരു ബ്ലോഗിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ അങ്ങനെയൊക്കെ സംശയിക്കാവുന്ന ചിത്രമാണ് ഇത്. അതുകൊണ്ട് ബംഗളൂരുവിൽ ഇതെങ്ങനെ എത്തി എന്നുള്ളത് ദുരൂഹമാണ്. അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. അത് ഒറിജിനൽ പാളിയാണോ അതോ ഇനി സ്മാർട്ട് ക്രിയേഷൻസ് അവിടുന്ന് നിർമ്മിച്ച് നൽകിയ ജയറാമിൻ്റെ വീട്ടിൽ പൂജിച്ച ശേഷം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. ജയറാമിൻ്റെ വീട്ടിൽ വെച്ചതിന് ശേഷം പിന്നീട് അധികം താമസിച്ചിട്ടില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം അത് ശബരിമല സന്നിധാനത്ത് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അതിന് മുൻപ് ബാംഗ്ലൂരുവിൽ എത്തിയ ഒറിജിനൽ ശില്പമാണോ, ഒറിജിനൽ പാളിയാണോ എന്നുള്ളതാണ് സംശയമുണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒറിജിനൽ ശില്പം അത് ബംഗളൂരുവിലെ ഏതെങ്കിലും വലിയ വ്യവസായികളുടെ പൂജാമുറിയിൽ ഇപ്പോഴും ഉണ്ടാകും. അപ്പോൾ ബംഗളൂരു ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് തിരച്ചിലും അന്വേഷണവും ഒക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയും വരും. തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോൾ ദേവസ്വം വിജിലൻസും സംശയിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ശബരിമല സന്നിധാനത്ത് 1998 വിജയ് മല്യ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം, അതാണ് 2019 എടുത്തുകൊണ്ട് പോയത് എന്നുള്ളതാണ്. പകരം പുതിയൊരു പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശി കൊണ്ടുവന്നു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ പാളി എവിടെ എന്നുള്ള ചോദ്യം ഉയരുന്നു. അത് ഒരു പക്ഷേ ബംഗളൂരുവിൽ എവിടെയെങ്കിലും അതിപ്പോഴും കാണും. ഒരു പക്ഷേ ഇത് 13-12 പീസുകളാണ് ഈ പാളികൾ. ഇത്
ഓരോ ഭാഗത്തായിട്ട് കവചം ഒട്ടിക്കുന്ന രീതിയിലാണ് ഇത് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇളക്കി മാറ്റാം. അങ്ങനെ അത് പക്ഷേ ഈ 12 എണ്ണവും 12 ഭാഗങ്ങളായിട്ട് 12 പേരുടെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ? കാരണം ശബരിമല സന്നിധാനത്ത് 20 വർഷത്തോളം അയ്യപ്പസ്വാമിയുടെ മുന്നിൽ പൂജയേറ്റിരുന്ന ഒരു ഉരുപ്പടിയാണ്. അതിൻ്റെ തങ്കത്തിൻ്റെ വിലയേക്കാൾ അമൂല്യമാണ്. വലിയ വില മാർക്കറ്റിൽ ഉണ്ടാകും, ഭക്തി മാർക്കറ്റിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇനി വിശദമായി നടക്കേണ്ടത്. ആ പാളികൾ ഇപ്പോഴും ഉണ്ടോ, അത് ആരുടെയും പക്കൽ ഇപ്പോഴും സുരക്ഷിതമായി ഇതൊന്നും അറിയാതെ ഈ തട്ടിപ്പിന് കുരുങ്ങി അയ്യപ്പസ്വാമിയെ പൂജിച്ച് അത് അവരുടെ പൂജാമുറിയിൽ ഇരിപ്പുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടി വരും. രതീഷ്. ആർ അനന്തകൃഷ്ണനാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ, ജയറാമിന്റെ വീട്ടിൽ വിപുലമായ പൂജ നടന്നു. കഴിഞ്ഞ ദിവസം ജയറാം പ്രതികരിച്ചതുപോലെ വളരെ ചെറിയ പെട്ടെന്നുണ്ടായ ഒരു പൂജയല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള, അതിന് തെളിവാകുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തുവരുന്നത്.